മത്തായിയുടെ സുവിശേഷം 23-ാമത്തെ അധ്യായം. അതിൻ്റെ എൻ്റെ മെസ്സേജ് ആ 23-ാമത്തെ അധ്യായം 13 മുതൽ 39 വരെയുള്ള വാക്യങ്ങളാണ്. പക്ഷേ ഇന്ന് പകൽക്കാലം അതിൻ്റെ 13-ാമത്തെ വാക്യം, മാത്യു ചാപ്റ്റർ 23 വേഴ്സ് 13. മാത്യു ചാപ്റ്റർ 23 വേഴ്സ് 13. മതി. If you look at verse 13 to 39, there are 7 times Jesus is looking at the audience and he is saying, woe unto you. തൻ്റെ കൂടെ വരുന്ന ജനത്തെ നോക്കിയിട്ട് 7 പ്രാവശ്യം യേശുക്രിസ്തു പറയുന്ന ഒരു പദമുണ്ട്, ഹാ കഷ്ടം. This is one of the strongest passages in the gospel. Jesus is not merely angry with the Pharisee. He is exposing a form of religion that looks holy on the outside, but spiritually destructive on the inside. ഇന്ന് പകൽക്കാലം ഈ 23 മുതൽ 39 വരെയുള്ള വാക്യത്തിൽ നോക്കിയാൽ യേശുക്രിസ്തു പ്രസംഗിച്ച പ്രസംഗത്തിലെ ഒരു സ്ട്രോങ് പ്രസംഗമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തൊട്ടു തലോടിയൊന്നും യേശുക്രിസ്തു അവിടെ ഒന്നും പറയുന്നില്ല, ആശ്വസിപ്പിച്ചൊന്നും പറയുന്നില്ല. അവരുടെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് നോക്കിയിട്ട് ഹൃദയത്തിൻ്റെ വിചാരങ്ങളെ അറിയുന്ന ദൈവം അവരെ ഒന്ന് എക്സ്പോസ് ചെയ്യുവാൻ, അവരുടെ അകത്തിരിക്കുന്നതിനെ വെളിയിൽ കൊണ്ടുവരുവാൻ എൻ്റെ കർത്താവ് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമാണ്. എൻ്റെ കർത്താവിൻ്റെ പ്രസംഗമൊക്കെ നോക്കിയാൽ ഒത്തിരി ആശ്വസിപ്പിക്കുന്ന പ്രസംഗങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അതിൻ്റെ അകത്ത് ചില പ്രസംഗങ്ങൾ ഭയങ്കര തീക്ഷ്ണമാണ്. ചില പ്രസംഗങ്ങൾ വായിച്ചാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരും. അതുപോലെ ഒരു പ്രസംഗമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തു 7 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറയുകയാ, ഹാ കഷ്ടം, വോ അൺടു യു. വൺ ഓഫ് ദ മോസ്റ്റ് ബേണിംഗ് സെർമൺസ് Jesus ever preached. ഇത് പ്രസംഗിച്ച ആരോടാണെന്നറിയാവോ? നോട്ട് ടു ദി അൺബിലീവേഴ്സ്. ഈ പ്രസംഗമൊന്നും വെളിയിലുള്ള ഒരു ഗ്രൂപ്പിനോട് യേശു പ്രസംഗിക്കുന്നതല്ല, പക്ഷേ സഭയ്ക്കകത്തുള്ള റിലീജിയസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനോട് എൻ്റെ കർത്താവ് സംസാരിക്കുകയാണ്. റിലീജിയസ് ലീഡേഴ്സിനോട് എൻ്റെ കർത്താവ് സംസാരിക്കുകയാണ്. അവിടെ യേശു സംസാരിക്കുമ്പം നോക്കിക്കേ, അവിടെ പാപികളോടും ഒന്നുമല്ല യേശു സംസാരിക്കുന്നത്. യേശു അവിടെ പറയുന്നത് യേശുവിൻ്റെ വേദനയാണ് യേശു ഇവിടെ പറയുന്നത്. യേശുവിൻ്റെ കോപം, ദിസ് ഈസ് നോട്ട് എക്സ്പ്രസിങ് ദി ആങ്കർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, but this is expressing his grief. He is grieving from within. ഹൃദയത്തിൻ്റെ അകത്തുള്ള എൻ്റെ കർത്താവിൻ്റെ വേദന ചില വാക്കുകളായി വെളിയിൽ വരികയാണ്. It is the cry of a doctor telling the patient, you are dying and you don't even know it. നമുക്കറിയാം, ഒരു ഡോക്ടർ വന്നേച്ച് ആഹ്ലാദിച്ചിരിക്കുന്ന ഒരു വ്യക്തിയോട് നിനക്കധികം ദിവസമില്ലെന്ന് പറയുന്നത് പോലെയാ യേശുക്രിസ്തു ഇവിടെ പറയുന്നത്. യേശുക്രിസ്തു ഇവിടെ പറയുന്നു, ഒരു സ്പിരിച്വൽ ഹിപ്പോക്രസി അകത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സ്പിരിച്വൽ ഹിപ്പോക്രസിയെ നോക്കിയിട്ട് യേശു പറയുന്നു, ഇത് ക്യാൻസറായിട്ട് കാർന്ന് തിന്നുന്ന ഒരു ക്യാൻസറായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ യേശു ഇവിടെ സംസാരിക്കുകയാണ്. യേശുക്രിസ്തു വളരെ ശാന്തമായി ഉപമകളിലൂടെ നാം ബുധനാഴ്ച പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതാ. വളരെ ഉപമകളിലൂടെ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ മനുഷ്യൻ്റെ അകത്തോട്ട് ഇറങ്ങിച്ചെല്ലുന്ന ജെന്റിൽ ആൻഡ് കമ്പാഷനേറ്റ് ആയിട്ട് യേശുക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ ഭാഗം വരുമ്പം യേശുക്രിസ്തു ആ ജെന്റിൽനെസ് ഒന്നും ഇവിടെ കാണിക്കുന്നില്ല, ആ കമ്പാഷനേറ്റ് നേച്ചർ ഒന്നും ഇവിടെ കാണിക്കുന്നില്ല. യേശുക്രിസ്തു അവരുടെ ആ റിലീജിയോസിറ്റിയെ ഒന്ന് തകർക്കുവാൻ തക്കവണ്ണം യേശു അവിടെ സംസാരിക്കുകയാണ്. യേശു പറയുന്നു,
ഞാൻ ഈ സംസാരിക്കുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിലീജിയസ് ഗ്രൂപ്പ്. It is a group that prays. It is a group that fasting. It is a group that knew the scripture. They attend the synagogue. They give tithe. They taught others. ഈ കാര്യങ്ങളാണ് ഈ വാക്യങ്ങളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത്. നിങ്ങൾ ടൈത്ത് കൊടുക്കുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്, നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ആളുകളെ സഭയ്ക്കകത്തോട്ട് കൂട്ടുന്നുണ്ട്. ഇതൊക്കെ വായിച്ചു നോക്കിയാൽ കൃത്യമായി ഒരു കാര്യം മനസ്സിലാകും. ആരാന്നറിയാമോ ഇത്? ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? സഭയ്ക്കകത്തുള്ളവരെ കുറിച്ചാണ് പറയുന്നത്. യേശുക്രിസ്തു കൃത്യമായിട്ട് അവിടെ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാ, നിങ്ങൾ പാട്ട് പാടുന്നവരാ, നിങ്ങൾ പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്യുന്നവരാ, നിങ്ങൾ പ്രസംഗിക്കുന്നവരാ, നിങ്ങൾക്ക് സ്ക്രിപ്ചർ അറിയാം, നിങ്ങൾ ആളുകളെ സഭയ്ക്കകത്ത് കൂട്ടുന്നുണ്ട്. ഇതെല്ലാം യേശു ഇവിടെ പറയുന്നുണ്ട്. എന്നിട്ട് യേശുക്രിസ്തു ഇവിടെ പറയുന്നുണ്ട്, നിങ്ങളുടെ പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആത്മീകത ഇല്ലെന്നുള്ളതല്ല നിങ്ങളുടെ പ്രശ്നം, പക്ഷേ ആത്മീകത പുറം പൂച്ച എന്നുള്ളതാണ് പ്രശ്നം, വെളിയിൽ കാണിക്കുന്നതാണെന്നുള്ളതാണ് പ്രശ്നം. Their problem was not that they had too little religion. Their problem was the religion had become disconnected from God. നിങ്ങൾക്ക് ആത്മീകൻ്റെ പരിവേഷമുണ്ട്, എന്നാൽ യേശുക്രിസ്തു അവിടെ പറയുന്നു, ഡു യു റിയലി ഹാവ് എ ക്ലോസ് കണക്ഷൻ വിത്ത് യുവർ മാസ്റ്റർ? ദൈവത്തോടുള്ള അടുത്തൊരു ബന്ധം നിങ്ങൾക്കുണ്ടോ? നമുക്കെല്ലാം അറിയാം, ഒരു 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 ഫ്രേസ് പറയും, ഹോളിയർ ദാൻ ദൗ ആറ്റിറ്റ്യൂഡ്. കേട്ടിട്ടുണ്ടോ? അത് ഏറ്റവും കൂടുതലുള്ളവർക്കാണെന്നറിയാവോ? മലയാളി പെന്തക്കോസ്തുകാർക്കാണ്. ഹോളിയർ ദാൻ ദൗ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കാണ് ഏറ്റവും വലിയ. ചില പ്രസംഗകരുടെ പ്രസംഗം കേൾക്കണം, അവർ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ, അല്ലേ? കേട്ടിട്ടുണ്ടോ അങ്ങനെ? നിങ്ങൾ കേട്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. ചിലരുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ അവർ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ, അവർ പറയുന്നത് മാത്രമേ ശരിയുള്ളൂ എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. ഇവിടെ അങ്ങനെ ഒരു ഗ്രൂപ്പിനെ നോക്കിക്കൊണ്ട് യേശു പറയുക, നിങ്ങളുടെ ചിന്ത എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാ വിശുദ്ധർ, നിങ്ങൾ ചെയ്യുന്നത് മാത്രമാ കറക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഗ്രൂപ്പിനെ നോക്കിക്കൊണ്ട് പറയുന്നു, നിങ്ങളുടെ അകത്ത് ക്രിസ്തു ഉരുവായിട്ടുണ്ടോ എന്ന ക്രിസ്തു അവരോട് ചോദിക്കുന്നത്. യേശു ചോദിക്കുന്നത്, ഡു യു ഹാവ് എ ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ്? നിങ്ങൾ ചർച്ചയിൽ വരുന്നുണ്ടോ എന്നല്ല യേശു ചോദിക്കുന്നത്, നിങ്ങൾ ടൈത്ത് കൊടുക്കുന്നുണ്ടോ എന്നല്ല യേശു ചോദിക്കുന്നത്. ഇതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അത് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ, അതല്ല ഞാൻ പറയുന്നത്. എന്നാൽ യേശു പറയുന്നത്, നിങ്ങൾ ചർച്ചയിൽ വരുന്നുണ്ട്, നല്ല കാര്യം. സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നുണ്ട്, നല്ല കാര്യം. പ്രൈസ് ആൻഡ് വർഷിപ്പിന് കയറി നിൽക്കുന്നുണ്ട്, നല്ല കാര്യം. നിങ്ങൾ പ്രസംഗിക്കുന്നുണ്ട്, നല്ല കാര്യം. നിങ്ങൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ റിയലി ആർ യു എ റിയൽ ട്രൂ ക്രിസ്ത്യൻ? ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തോട് സംസാരിക്കുന്ന ഒരു ഭാഗം, ആർ യു എ ട്രൂ ഡിസൈപ്പിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ്? നിങ്ങളൊരു പെന്തക്കോസ്തുകാരനാണോ എന്ന് ദൈവം ചോദിക്കുന്നില്ല. നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ എന്നല്ല ചോദിക്കുന്നത്. ദൈവം ചോദിക്കുന്നത്, ആർ യു എ ട്രൂ ഡിസൈപ്പിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ്? ഇന്ന് രാവിലെ ഈ ഒരു ഭാഗത്തേക്കൊന്ന് നോക്കിക്കേ. 7 പ്രാവശ്യം യേശു ക്രിസ്തു പറയുന്നു, ഹാ കഷ്ടം, വോ അൺടു യു. ഈ 7 വോസ് ഓഫ് ജീസസ് അതൊന്ന് നാം സൂക്ഷ്മമായി പഠിച്ചാൽ, നമ്മുടെ ജീവിതത്തെ അത് രൂപാന്തരപ്പെടുത്തിയാൽ, നാം ഒരു തികഞ്ഞ ആത്മീകരായി മാറ്റപ്പെടും. ദൈവം ആഗ്രഹിക്കുന്നത് നാം അങ്ങനെ ഒരു ട്രൂ ഡിസൈപ്പിളായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. 23-ാമത്തെ വാക്യം അവിടെ പറയുന്നു, 13-ാമത്തെ വാക്യം അവിടെ പറയുന്നു, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരും ആയുള്ളവരെ നിങ്ങൾക്ക് ആ കഷ്ടം. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരാരാ? സഭയിലെ പ്രധാനി. അവരുടെ പരിപാടി എന്തുവാ? അവർ പഠിപ്പിക്കുന്നവരാ, അല്ലേ? എന്ന് പറഞ്ഞാൽ ആരാ? മേരിക്കുട്ടി ആൻറ്റി പിന്നെ കറക്റ്റായിട്ട് അങ്ങ് പറഞ്ഞു, അത് പാസ്റ്റർ തന്നെയാണെന്ന് അങ്ങ് പറഞ്ഞു. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരെ, പരീശന്മാരെന്ന് പറഞ്ഞാൽ ആരെന്നറിയാവോ? ദേ ആർ എ സെപ്പറേറ്റഡ് ഗ്രൂപ്പ്. അവർ മറ്റെല്ലാത്തിൽ നിന്നും വിട്ടുമാറി നിൽക്കുന്ന ഒരു സെപ്പറേറ്റഡ് ഗ്രൂപ്പാണ്. ഇപ്പം പഠിപ്പിക്കുന്നവർ, വചനം പഠിപ്പിക്കുന്നവരും അല്ലെങ്കിൽ ബൈബിൾ ടീച്ചേഴ്സ്,
and people who claim themselves as a separated group. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? വി ആർ സെപ്പറേറ്റഡ് അല്ലേ? അങ്ങനെയുള്ളവരുടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം സംസാരിക്കുന്നത്. എന്നിട്ട് അവരെ വിളിച്ചേച്ചു കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾക്ക് ഹാ കഷ്ടം എന്ന് പറയാൻ കാരണം അവിടെ പറയുന്നു, നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു. എന്നിട്ട് പറയുന്നതെന്നറിയാവോ? നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടപ്പാൻ അനുവദിക്കുന്നതും ഇല്ല. അവരുടെ പാപം എന്ന് പറയുന്നത് they prevented people from entering the kingdom of God. അല്ലെന്ന് വരികയിൽ അവിടെ പറയുന്നു, you are supposed to be the doors but you become the walls. മനസ്സിലായോ? നിങ്ങളൊരു കതകായിരിക്കണം, നിങ്ങളൊരു ഡോറായിട്ടായിരിക്കേണ്ടത് സ്വർഗരാജ്യത്തിലേക്ക്. ഞാൻ ബുധനാഴ്ച പഠിപ്പിച്ചു വരുന്ന ഭാഗത്ത് നാം ഓർപ്പിക്കുന്നുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ മുഴുവൻ ഉപമകളും സെൻറ്റേർഡ് ഓൺ വൺ തീം, ദാറ്റ് ഈസ് എ കിങ്ഡം ഓഫ് ഗോഡ്. കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് കിങ്ഡം ഓഫ് ഹെവൻ ബോത്ത് ആർ ദ സെയിം. കാര്യം അത് മത്തായി കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുമ്പം മർക്കോസും ലൂക്കോസും മത്തായി കിങ്ഡം ഓഫ് ഹെവൻ എന്ന് പറയുമ്പം മർക്കോസും ലൂക്കോസും കിങ്ഡം ഓഫ് ഗോഡ് എന്നാണ് പറയുന്നത്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പം അവിടെ കർത്താവ് പറയുന്നു, ഈ കിങ്ഡത്തിലേക്ക്, ഈ രാജ്യത്തിലേക്കുള്ള ഡോഴ്സ് ആയിട്ടാണ്, കഥകായിട്ടാണ് നിങ്ങൾ ഇരിക്കേണ്ടത്. പക്ഷെ നിങ്ങളെന്താ ചെയ്യുന്നത്? നിങ്ങളിതിനെ അങ്ങ് അടയ്ക്കുകയാണ്. മറ്റുള്ളവർക്ക് കയറുവാൻ ഒരു വാതിലായിരിക്കേണ്ട നിങ്ങൾ വാതിലായിരിക്കുന്നില്ല. നിങ്ങളുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? യു ആർ ദേർ, ഗോഡ് ഹാസ് പ്ലേസ്ഡ് യു ഫോർ വൺ പർപ്പസ്. എന്തിനാണെന്നറിയാവോ? ദൈവരാജ്യത്തിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്നവരായി നിങ്ങൾ തീരണം. പക്ഷേ അതിന് പകരം നിങ്ങൾ ചെയ്യുന്ന എന്തുവാ? നിങ്ങൾ ഈ വാതിൽ കൊട്ടിയടയ്ക്കുകയാണ്. യു ആർ സപ്പോസ്ഡ് ടു സേ come to God. Instead, your legalism communicated, you cannot come unless you become like us. അവിടെയാ പ്രശ്നം. അവിടെ യേശു പറയുന്നു, നിങ്ങളുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് മറ്റുള്ളവരെ അകത്തേക്ക് കൊണ്ടുവരുന്ന ശുശ്രൂഷയാണ്. എന്നാൽ നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ പറയും നിങ്ങൾക്ക് വരാം, പക്ഷെ നിങ്ങൾ ഞങ്ങളെപ്പോലെയാണെന്ന് വരികിൽ വരാം. എൻ്റെ സ്റ്റാൻഡേർഡ് നിങ്ങൾ കീപ്പ് ചെയ്യുകയാണെന്ന് വരികിൽ നിങ്ങൾക്ക് വരാം. നമുക്ക് അങ്ങനെയുള്ള പ്രശ്നമുണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കണം കേട്ടോ. അവിടെ യേശു പറയുന്നത്, നിങ്ങളുടെ ലീഗലിസം, നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ലീഗലിസ്റ്റിക് ചിന്താഗതിയിൽ നിങ്ങൾ പറയുന്നു, നോട്ട് എവറിബഡി കനോട്ട് കം, എല്ലാവർക്കും വരാൻ പറ്റത്തില്ല. എൻ്റെ സ്റ്റാൻഡേർഡ് ഉള്ളവർക്ക്, അല്ലേ? ഞാൻ ഡ്രസ്സ് ധരിക്കുന്നത് പോലെ ഡ്രസ്സ് ധരിച്ചാൽ, അല്ലെ ഞാൻ പാട്ട് പാടുന്നത് പോലെ പാട്ട് പാടിയാൽ, ഞാൻ പറയുന്ന ഭാഷ പറഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാം. ഇവിടെ നോക്കിക്കേ, ഇത് രണ്ട് പ്രശ്നമായി ഇവർക്കുള്ളത്. അവിടെ യേശു ക്രിസ്തു പറയുന്നു, they did not enter themselves. നിങ്ങൾ തന്നെ കടക്കുന്നില്ല, കടക്കുന്നവരെയൊട്ട് കടക്കാൻ അനുവദിക്കുന്നു ഇല്ല. ഇത് ഒരു സീരിയസ് പ്രോബ്ലമായിട്ട് യേശു ക്രിസ്തു പറയുകയാണ്. കർത്താവിനെ അറിയാൻ പാടില്ലാത്ത ഒരു വ്യക്തിക്ക് ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ നാം ഒരു തടസ്സമാണോ എന്ന് നാം ഇന്ന് രാവിലെ ചിന്തിക്കണം. എന്നെ പലപ്പോഴും ചിന്തിപ്പിച്ച ഒരു സംഭവമുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം, ഞാനിത് ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ 2-ാമത്തെ വാക്യം, സക്കായിയുടെ കാര്യമാണ് അവിടെ പറയുന്നത്. ലൂക്ക് ചാപ്റ്റർ 19 വേഴ്സ് 3. മതി. സക്കായിക്ക് യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ സക്കായി ശ്രമിച്ചു. സക്കായിസ് റിയലി വാണ്ടഡ് ടു സീ ജീസസ്, അല്ലേ? യേശുവിൻ്റെ അടുക്കൽ വരുവാൻ സക്കായിക്ക് ഭയങ്കര താല്പര്യമാണ്. രണ്ട് കാര്യമാണ് സക്കായിക്ക് യേശുവിനെ കാണാൻ പറ്റാത്തതിൻ്റെ രണ്ട് തടസ്സമാണ് അവിടെ ഉള്ളത്.
ആദ്യം തന്നെ പറയുന്നുണ്ട്, നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ആദ്യത്തെ കാര്യത്തിലേ ഉള്ളൂ. വളർച്ചയിൽ കുറിയവനായതുകൊണ്ട് കാണാൻ പറ്റിയില്ല. നമ്മൾ പറയുന്നത് അവൻ്റെ കുഴപ്പം കൊണ്ടാണ് അവൻ ഇതുവരെ കാണാൻ പറ്റാത്തത്. അടുത്ത പദമുണ്ട്, വളർച്ചയിൽ കുറിയവനായതുകൊണ്ട് പുരുഷാരം നിമിത്തം സക്കായിക്ക് യേശുവിനെ കാണാൻ പറ്റിയില്ല. ഇപ്പം സക്കായിക്ക് ഒരു ഡീപ്പ് ഡിസയർ ഉണ്ടായിരുന്നു. ഹി വാണ്ടഡ് ടു സീ ജീസസ്. സക്കായിക്ക് ഒരു ഡീപ്പ് ഡിസയർ ഉണ്ട്, യേശുവിനെ കാണുവാൻ സക്കായിക്ക് താല്പര്യമുണ്ട്. പക്ഷേ അവിടെ പറയുന്നു, പുരുഷാരം നിമിത്തം സക്കായിക്ക് യേശുവിനെ കാണാൻ പറ്റിയില്ല. ഏത് പുരുഷാരം? ഏത് പുരുഷാരമാണ്? യേശുവിൻ്റെ കൂടെ നടക്കുന്നവർ. യേശുവിൻ്റെ കൂടെ നടന്ന ആരാ? ശിഷ്യന്മാർ. യേശുവിൻ്റെ കൂടെ നടന്നതാരാ? 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പം കഴിച്ച് തൃപ്തി പ്രാപിച്ച് യേശുവിനോട് കൂടെ നടക്കുന്നവർ, യേശുവിൻ്റെ ഉപദേശം കേട്ടവർ. ഇപ്പോൾ യേശുവിൻ്റെ കൂടെ നടക്കുന്ന ആ ചിത്രം ഒന്ന് നോക്കിക്കേ. യേശു നടക്കുന്നു, ചുറ്റും 12 പേരിങ്ങനെ നിൽക്കുക. ആ 12 പേരുടെ അപ്പുറത്ത് ഈ യേശുവിൻ്റെ നന്മ അനുഭവിച്ച ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ, യേശു നടക്കുമ്പം യേശുവിൻ്റെ കൂടെ ഉള്ളത് ചർച്ച, സഭയാണ്, നമ്മളൊക്കെ ഇങ്ങനെ കൂടെ നടക്കുന്നത് കൊണ്ട് ചിലർക്ക് യേശുവിനെ കാണാൻ പറ്റുന്നില്ലെന്ന്. എന്ന് പറഞ്ഞാലുണ്ടല്ലോ, എൻ്റെ ജീവിതം ചിലർക്ക് യേശുവിനെ കാണുവാൻ തടസ്സമാണെന്ന്. ഇന്ന് നോക്കിക്കേ, ഞാൻ ഒരാളോട് യേശുവിനെക്കുറിച്ച് സംസാരിച്ചപ്പം പറഞ്ഞു, ഇന്ന ആൾക്കാരുള്ള ചർച്ചിലേക്ക് ഞാൻ എന്തിനാ വരുന്നതെന്ന് ചോദിച്ചു. നമ്മളെക്കുറിച്ച് അങ്ങനെ ആരെങ്കിലും പറയുമോ? PCJക്ക് ഉള്ള ചർച്ചിൽ ഞാൻ എന്തിനാ പോകുന്നത് എന്ന് ഒരാൾ ചോദിക്കുകയാണെന്ന് വരികിൽ എൻ്റെ ജീവിതത്തെ ഞാൻ പരിശോധിക്കണം. ഞാൻ ദൈവസന്നിധിയിൽ കവിണ് വീണ് മാപ്പ് പറഞ്ഞ് മടങ്ങി വരണം. കാരണം എൻ്റെ ജീവിതം ഒരാൾക്ക് ഹിൻഡ്രൻസ് ആണെന്ന് വരികിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കും, നമ്മുടെയൊക്കെ അമേരിക്കയിലെ സഭകൾക്ക് പറ്റിയ ഏറ്റവും വലിയ അപജയം എന്താണെന്നറിയാമോ? ഞാൻ തുറന്നു പറയുക, കാര്യം ദൈവം എന്നെ അതിനാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അമേരിക്കയിലെ സഭകൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ അപജയം നോക്കിക്കേ, നമ്മുടെ കുഞ്ഞുങ്ങൾ പലപ്പോഴും ദൈവസഭയിലുണ്ടോ? കാരണം എന്നാണെന്നറിയാമോ? അവർ കണ്ടത് മുഴുവൻ പിതാക്കന്മാരുടെ മാതാക്കളുടെ ഹിപ്പോക്രസി കണ്ട് വളർന്നത് കൊണ്ടാണ് ഇന്ന് പല സഭകളിലും കുഞ്ഞുങ്ങളില്ലാതെ പോകുന്നത്. ഗൗരവമുള്ള വിഷയമാകട്ടോ. ഞാൻ പലപ്പോഴും ദൈവസഭയിൽ അനാവശ്യമായി സംസാരിച്ചത് നിമിത്തം, ഞാൻ ദൈവസഭയിൽ അനാവശ്യമായി ശബ്ദം ഉയർത്തിയത് എൻ്റെ കുഞ്ഞുങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നേച്ച് അവരോട് പറയും, മോനെ പ്രാർത്ഥിക്കുക. അവർ ചോദിക്കും, എന്തിനാ പ്രാർത്ഥിക്കുന്നത്? അപ്പൻ ഇതല്ലേ അവിടെ കാണിച്ചത്, പിന്നെ ഞാൻ എന്തിനാ ഈ ദൈവത്തെ സേവിക്കുന്നതെന്ന് ചോദിക്കും. ഇതാ യേശു ക്രിസ്തു ഇവിടെ പറഞ്ഞത്. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരെ, കപടഭക്തിക്കാരായ പരീശന്മാരെ എന്ന് യേശു വിളിക്കാൻ കാരണം എന്നാണെന്നറിയാമോ? നീ അന്യഭാഷ പറയും, അതേ നാവുകൊണ്ട് തന്നെ നീ സഹോദരനെതിരെ സംസാരിക്കും. ഇത് കണ്ട നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നത്. ആരാധന കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്തുവാ? ഇന്ന് പകൽ എന്നതാ ഈ പാസ്റ്റർ പ്രസംഗിച്ചത്, അതല്ലേ പലപ്പോഴും സംസാരിക്കുന്നത്. എന്നതാ ആ സഹോദരൻ സാക്ഷി പറഞ്ഞത്, എന്തായിരുന്നു ആ പ്രൈസ് ആൻഡ് വർഷിപ്പ്, ഇതല്ലേ പലപ്പോഴും പറയുന്നത്. ഞാനും എൻ്റെ ഭാര്യയും കൂടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളിലൊരിക്കലും ഒരു കാരണവശാലും സഭയെ കുറ്റം പറഞ്ഞ് സംസാരിക്കരുത്. പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷേ അത് അകത്തെ റൂമിൽ അകത്ത് കയറിയേച്ച് ഭാര്യയും ഭർത്താവും കൂടെ പറഞ്ഞോണം, കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് പറയരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ അത് കേട്ട് വളർന്നാൽ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്. എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു പാസ്റ്റർ ഒരു വീട്ടിൽ ചെന്നപ്പം ആ കൊച്ച് അവിടുത്തെ ഒരു കുഞ്ഞു വന്നേച്ച് ഈ പാസ്റ്റർ ഏതാണ്ട് പറഞ്ഞപ്പം കുഞ്ഞു പറഞ്ഞു, പോ പിശാചി എന്ന് പറഞ്ഞു. പാസ്റ്റർ അടുത്ത് വിളിച്ച്, വളരെ മിടുക്കനായ പാസ്റ്റർ ആയിരുന്നു കൊണ്ട് അടുത്ത് വിളിച്ച് ചോദിച്ചു, മോളെ എന്താ അത് പറഞ്ഞത്? മാം ആൻഡ് ഡാഡ് ഓൾവേസ് ടോക്സ് അബൌട്ട് യു ലൈക്ക് ദാറ്റ്. കൊച്ചു പറഞ്ഞ പദമാക്കട്ടോ. നമ്മൾ ഓർക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളെ അബ്സോർബ് ചെയ്യും.
നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ പറയുന്നതെല്ലാം അബ്സോർബ് ചെയ്യും. ഒരു സ്പോഞ്ച് അബ്സോർബ് ചെയ്യുന്നത് പോലെ അവർ അബ്സോർബ് ചെയ്യും. നമ്മൾ ഓർക്കും നമ്മൾ ഒരു രീതിയിലും ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല. ഇതാ ഈ കുഞ്ഞുങ്ങളുടെ അകത്ത് കിടക്കുന്നത്. നമ്മുടെ ഹിപ്പോക്രസി കണ്ട ഈ കുഞ്ഞുങ്ങൾ വളരുന്നത്. അതുകൊണ്ട് പിന്നെ നമ്മൾ പറയും, മോനെ മോളെ ചർച്ചയിൽ വരാൻ പറയുമ്പോൾ അവർ പറയുന്നത് എന്നറിയാവോ? വൈ ഡു ഐ നീഡ് ടു കം? നമുക്ക് പറയാൻ പലപ്പോഴും മറുപടി ഇല്ലാതെ പോകും. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, എനിക്കറിയാം വലിയ സുഖിപ്പിക്കുന്ന പ്രസംഗമൊന്നും അല്ലെന്ന് എനിക്കറിയാം, എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ നമ്മെ ഒന്ന് ഡിസേൺ ചെയ്യുവാൻ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു. ആ പദം എന്നെ ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയത് 2 മണിക്കാണ്. ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റതാണ്. ഇതിൻ്റെ മുമ്പിൽ ഇരിക്കുകയായിരുന്നു. എന്നെ അങ്ങ് കീറി മുറിച്ച വാക്യമാണ് ഇത്. ഞാൻ പറയുന്നത് ഞാൻ വിശുദ്ധനായതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. എൻ്റെ ഹൃദയത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം ഇവിടെ വിളിച്ചു പറയുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, when hypocrisy closes the door, this may be the most frightening application. Jesus said, for you neither go in yourself. നിങ്ങൾ കടക്കുന്നില്ല, കടക്കാൻ അനുവദിക്കുന്നില്ലെന്ന യേശു ക്രിസ്തു പറയുന്നത്. You are preventing others from entering the kingdom of God because your own lives contradict the message that you preach. ഞാൻ ഇന്ന് പകൽക്കാലം ഇവിടെ പ്രസംഗിക്കുന്ന ഈ പ്രസംഗം എൻ്റെ കുഞ്ഞുങ്ങൾ കേട്ടേച്ച്, എൻ്റെ അപ്പൻ ഇത് അവിടെ പ്രസംഗിച്ചു, അപ്പൻ്റെ ജീവിതത്തിൽ ഇതില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വാതിലടയ്ക്കുകയാണെന്ന് മനസ്സിലാക്കണം കേട്ടോ. ഇന്ന് പകൽക്കാലം വളരെ ഗൗരവത്തോടുകൂടെ നാം അത് ഓർക്കണം. നാം നമ്മുടെ മക്കളോട് പറയും പ്രാർത്ഥിക്കണമെന്ന് പറയും. നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുന്നില്ലെന്ന് വരികിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? നാം പറയും ബൈബിൾ വായിക്കണമെന്ന് പറയും. നാം ബൈബിൾ വായിക്കുന്നത് കുഞ്ഞുങ്ങൾ കാണുന്നില്ലെന്ന് വരികിൽ കുഞ്ഞുങ്ങൾ എങ്ങനെ വായിക്കും? നാം പറയും മറ്റുള്ളവരോട് ക്ഷമിക്കണമെന്ന് നാം പഠിപ്പിക്കും, നാം പ്രസംഗിക്കും. നമ്മൾ ക്ഷമിക്കുന്നില്ലെന്ന് വരികിൽ, ഇപ്പോഴും ഗ്രഡ്ജ് വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വരികിൽ, ഇപ്പോഴും ബിറ്റർനെസ് വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വരികിൽ, അവർക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ സാധിക്കും? ഇന്ന് രാവിലെ മാതാപിതാക്കളുടെ ഹിപ്പോക്രസി become a closed door to the children. ഇത് ഞാൻ പറയുന്നത് വലിയ വേദനയോടുകൂടിയാണ് കേട്ടോ. Sometimes the greatest sermon our children hear is not what we preach at the pulpit, but what they see us practicing at home. നമ്മൾ പ്രസംഗിക്കുന്ന, ചിന്തിക്കരുത് കേട്ടോ, നമ്മൾ പ്രസംഗിക്കുന്ന ഏറ്റവും വലിയ പ്രസംഗം എന്ന് പറയുന്നത് ഈ പുൾപെറ്റിൽ നിന്നുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്ന പ്രസംഗമല്ല. എൻ്റെ ഏറ്റവും വലിയ പ്രസംഗം എന്ന് പറയുന്നത്, എൻ്റെ ഏറ്റവും വലിയ പ്രസംഗം ഞാൻ എങ്ങനെ എൻ്റെ വീട്ടിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രസംഗം. This morning the Spirit of the Lord is calling us to live a life holy and acceptable to Jesus. When church members become gatekeepers instead of bridge builders. Jesus called us to bring people to Him, not keep people away from Him. A new person walks into the church. If nobody talks to that person, nobody sits with that person, nobody introduced themselves, we all have some comfortable group. I agreed. I have some comfortable group. But do not associate only with their comfortable group. There are some people that they come alone. Go talk to them. നമ്മുടെയൊക്കെ സഭയിലുണ്ടല്ലോ, നമുക്കെല്ലാം ഒരു കംഫർട്ടബിൾ ഗ്രൂപ്പുണ്ട്. പക്ഷേ ആ കംഫർട്ടബിൾ ഗ്രൂപ്പിൽ മാത്രം നാം ഓപ്പറേറ്റ് ചെയ്യരുത്. ചിലപ്പം ആരും ഒരു വാക്ക് പോലും സംസാരിക്കാത്ത ചില വ്യക്തികൾ ആരാധനയ്ക്ക് വന്നേച്ച് മടങ്ങിപ്പോകുവാൻ അനുവദിക്കരുത് കേട്ടോ.
അവരൊരു പക്ഷേ ഒരു പ്രാവശ്യം വരും, 2 പ്രാവശ്യം വരും, 3-ാമത്തെ പ്രാവശ്യം നാം അവരോട് പോയി സഹകരിക്കുന്നില്ലെന്ന് വരികിൽ, സംസാരിക്കുന്നില്ലെന്ന് വരികിൽ, വി ആർ ക്ലോസിങ് ഡോർസ് ഫോർ ദം. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കട്ടെ, എ church can have its doors wide open and still have a closed door spirit. Jesus warning in Matthew chapter 23 verse 13. And Jesus very clearly says, examine yourself. This morning the Spirit of the Lord is challenging us to examine ourselves. Am I a door opener or a door closer? Our calling is not to stand at the door and decide who is worthy to enter into this. Our ministry, our calling is to proclaim loud, the door is wide open. Jesus opened the way through his death and his resurrection. When Jesus paid the price on the cross of Calvary, the Son of God, who knew no sin, became sin for us. And he died on the cross, opening the door for us. And he is inviting everyone to enter into the kingdom of God. But we, against what Jesus Christ did, we stand at the door and we are screening the people. അല്ലേ? ഞാനിത് പറയുന്നത് ലിറ്ററലി നമ്മളൊന്നും സ്ക്രീൻ ചെയ്യുന്നില്ല. നമ്മുടെ ചില നോട്ടം ഉണ്ടല്ലോ, ആ നോട്ടം മതി സ്ക്രീനിങ്ങാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, people wanted to come to the church. People wanted to come to Jesus Christ. Hebrew chapter 10 verse 19 and 20 says, therefore brethren, having boldness to enter the holiest by the blood of Jesus, by a new and living way. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, എന്നറിയാമോ? ഈ ഹോളി ഓഫ് ദ ഹോളിയിലേക്ക്, അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ക്രിസ്തുവിൻ്റെ രക്തവുമായി കയറുവാൻ ദൈവം നമുക്ക് അവകാശം തന്നിരിക്കുകയാണ്. I was not worthy to come in the presence of the Lord. If the grace of Jesus Christ, if that grace made me change, if the grace transformed me, then I need to accept everyone. I need to say and I need to believe the same grace will transform the other person also. This morning, Jesus Christ is saying, woe unto the people who are closing the door to other people. Let us not be a church that closes the door. Let us be a church that opens the door wide for other people. വാതിൽ അടയ്ക്കുന്ന സഭയായിരിക്കരുത്, വാതിൽ തുറക്കുന്ന സഭയായിരിക്കണം. Let our life bring people to Jesus. I should not be a stumbling block for another person. എൻ്റെ ജീവിതം ക്രിസ്തുവിനെ കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് എൻ്റെ ജീവിതം തടസ്സമായിരിക്കരുത്. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തെ നാം ഒന്ന് പരിശോധിക്കണം കേട്ടോ. ഒറ്റ കാര്യം പറയാനേ എനിക്ക് സമയം കിട്ടിയുള്ളൂ. നമുക്ക് സമയമുണ്ടല്ലോ, നമുക്കിത് സംസാരിക്കേണ്ട ആവശ്യമാണ്. എന്നാൽ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ജീസസ് ഓപ്പൺ ദ ഡോർ. ലെറ്റ് us make sure our lives never become the door that closed the door that Jesus opened. എൻ്റെ കർത്താവ് ഓപ്പൺ ചെയ്ത ഡോറ് അടയ്ക്കുന്ന വ്യക്തികളായി നാം ആരും തീരരുത്. Worship team, come to the stage. This morning we need to ask the question, does my Christianity bring people closer to Jesus or push them away from Jesus? Does my attitude say, come and meet Jesus? Or does my attitude say to the people, you are not good enough to belong here? The church must never become a museum for perfect people. The church is a hospital for sinners and a training ground for disciples. Never become the reason someone cannot see Jesus.
ഇന്ന് പകൽ വിളിച്ചു പറയട്ടെ, യേശുവിനെ കാണുവാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിലുണ്ട്, നിങ്ങളുടെ വീട്ടിലുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് they wanted to see Jesus. Church is not a club for the perfect people. Church is a hospital for the sick people. Let anyone who are sick, let them come to the church. Let them get healing from this place. This morning, the Spirit of the Lord is looking at each one of us. And the Spirit of the Lord is saying, woe unto the people who closed the door for the people who wanted to come and see Jesus. എൻ്റെ കർത്താവിനെ കാണുവാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേര്. ആ 13-ാമത്തെ വാക്യം ഒന്നുകൂടെ ഞാൻ വായിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെടുവാൻ തൊക്കവണ്ണം ഇടയായിത്തീരട്ടെ. കപട ഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടക്കുവാൻ അനുവദിക്കുന്നില്ല. This morning, that is a serious challenge to each one of us. That serious challenge, the Spirit of the Lord is saying, there are people, there are thousands of people, they wanted to come to the church, but you are closing the door for them. This morning, take a moment and look into ourselves and ask the question, am I closing the doors for other people? You shut the door of the kingdom of heaven in people's faces. NIV says, you shut the door of the kingdom of heaven in people's faces. You yourself do not enter, nor will you let those enter who are trying to. അകത്ത് കടക്കുന്നവരെ കടക്കുവാൻ അനുവദിക്കാതെ വാതിൽ കൊട്ടി അടയ്ക്കുന്നു എന്നാ പറയുന്നത്. We may be saying, I am not closing the door of the church. I am not closing the door of the kingdom of God. Literally, you are not. But are you doing it with your practices? With the words that you speak? With the actions that you do? Are you closing the door for someone who wanted to see Jesus? Are you a hindrance for some Zacchaeus to see Jesus? This morning, the Spirit of the Lord is challenging us. Let us go to the throne of grace. Let us cry unto the Lord and let us say to God, Lord, if I close the door for someone, forgive me, O Lord. With my hypocrisy, with my words that I spoke unwantedly, if that hinders someone, if my nature, if my bitterness, if that becomes a hindrance for other people, Lord, I ask for forgiveness. യേശു വിളിച്ചു പറയുന്നതെന്നറിയാവോ? നിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, നിങ്ങളങ്ങ് വരൂ എന്നല്ല പറഞ്ഞത്. യേശു പറഞ്ഞത്, നിങ്ങൾക്ക് ഹാ കഷ്ടം. Woe unto you. This morning, let us look into our life. If Jesus looks at our life, is Jesus going to say, Pentecostal people, woe unto you? ഇന്ന് രാവിലെ ഗൗരവത്തോടെ അതെടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഓർപ്പിക്കുന്നു.